നല്ലൊരു പടമായാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഹോൾ എസ്കെ ടീമും അതിനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് എസ്കെ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എത്ര എഫേർട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ടാവണം. പക്ഷേ ഗോപാലും രഹാൻ ഒരു കുമിത്തെ സീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രഹാൻ ഗോപാൽ ഇങ്ങനെ മത്സരിക്കുന്ന സീനുണ്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ എനിക്കെല്ലാം ചിരി വരും. അത്രയ്ക്ക് നൈസായിട്ടാണ് ഗോപാല ചെയ്തേക്കുന്നത്. ഗോപാലെ ബ്രില്യൻ ഹാറ്റ്സ് ഓഫ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഇതിൽ ഗോപാലിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. രഹാൻ അത് നന്നായിട്ട് ഭയങ്കര സെക്യൂറായിട്ടാണ് എറിഞ്ഞിരുന്നത്. പക്ഷേ അവന് ലാൻഡ് ചെയ്തപ്പോൾ അവൻ്റെ കഴുത്ത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ കഴുത്ത് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതവൻ ഷൂട്ട് ചെയ്തപ്പോൾ ആർക്കും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെയാണ് ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അവനോട് ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും മാറ്റി ഒന്നും കൂടെ ചെയ്തേനെ, കുറച്ചും കൂടെ പെർഫെക്റ്റ് ചെയ്ത്. പക്ഷെ അവൻ്റെ കഴുത്ത് നല്ല വേദന ഉണ്ടായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു പടമാണ്. മീൻസ് ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തുള്ള പടം. പ്രത്യേകിച്ച് ഋഷി അവൻ ഡയറക്ഷൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും പറ്റിയില്ല. പക്ഷേ പിന്നെ അവൻ എന്നോട് പറഞ്ഞ എഡിറ്റിങ് ഒരു വീഴ്ചയും പറ്റരുത്, പെർഫെക്റ്റ് ആക്കണം, പെർഫെക്റ്റായിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പോയി. പിന്നെ കരാട്ട ക്ലാസ്സിൽ ഷൂട്ടിന് എത്തിയപ്പോൾ അയ്യോ, അന്നേരമാണ് RDX റിലീസ് ആവുന്നത്. അതിൻ്റെ ഇൻസ്പിറേഷനിലാണ് അവൻ കയറി വന്നത്, ഞാനും കയറി വന്നത്. അതിൻ്റെ ഇതിൽ ഇൻസ്പിറേഷനിലാണ് ഞങ്ങൾ ഫൈറ്റ് എടുത്തത്, നഞ്ചക് ഫൈറ്റ് എല്ലാം എടുത്തത്. പിന്നെ കാഞ്ചോ താങ്ക്സ്, വളരെ നല്ലൊരു ഒരു സഹായിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ രേഹാനൊക്കെ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടാണ് കുമിത്തെ സീൻ എടുത്തതിലാണ് പണി പറ്റിയത്. അതായത് അവൻ പിടിച്ചെന്നെ താറയിട്ടത് എന്നെ കഴുത്ത് വന്നിങ്ങനെ ഇങ്ങനെ വന്ന് അടിച്ച് ഭയങ്കര ഇതിലായിട്ട് അടിച്ച്. അപ്പം അത് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഇവൻ പിന്നെ പണ്ടേ മികവ് തെളിയിച്ച ഒരാളാണ്. പക്ഷേ ആദ്യമായിട്ട് പടത്തിലൊന്ന് കിടുക്കിയാക്കി വേറെടുത്തോണ്ട് രേഹാൻ കിടിലായിരുന്നവൻ. അവന് നല്ല സെക്യൂർ ആയിട്ടാണ് എറിഞ്ഞത്. പക്ഷെ ഇവന് തല എന്തോ പറ്റിയതാണ്. പക്ഷെ രേഹാൻ നന്നായിട്ട് കുമിത്ത സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫുട്ബോൾ നന്നായിട്ട് കളിക്കും. പിന്നെ ക്രിക്കറ്റ് സീക്വൻസ് അതിനകത്ത് വലുതായിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ അവന് അതും ചെയ്തതാണ്, അവന് ചെയ്യാൻ അറിയാം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ ശ്രീഹരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവന് ആക്ഷൻ ചെയ്യുമ്പോൾ അവൻ ചെറുതായിട്ട് മീൻസ് ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെയാണ് ആ ഇടികൊണ്ട് വീഴുന്നത്. പക്ഷേ അവൻ ഡയലോഗ് ഡെലിവറി ഉള്ള ഇടയ്ക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ മറ്റേ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള, മറ്റേ എന്തിനായിരുന്നത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. ഈ കരാട്ടെ ക്ലാസ്സിൽ മറ്റൊരു ടീമുണ്ടെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ അവൻ നന്നായിട്ടാണ് പറയുന്നത്. പിന്നെ നിരഞ്ജൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഫൈറ്റ് ഷൂട്ട് ചെയ്തപ്പം ഇടയ്ക്കൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അവർ ഗെയിം തോക്കുമ്പോൾ മറ്റേ നമ്മളിടിക്കുന്ന ഇടയ്ക്ക് വെച്ചോളൂ, അത് ക്ലൈമാക്സിൽ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. അപ്പം ആ സീൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോനെ നിരഞ്ജൻ്റെ എത്ര ഇടിയാണോന്ന് എനിക്ക് കിട്ടിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഗോപാലാണെങ്കിൽ ഇങ്ങനെ ഇടി കൊടുത്തോണ്ടപ്പോൾ തൂക്കിയെടുത്തോണ്ടാണ് പോയത്. ഭയങ്കര നിരഞ്ജന് നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടർഫ് വെച്ചൊരു സീൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഭിനയിച്ച് നമ്മൾ 5s ആണ് കളിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ടീമിന് 5 പേര് വെച്ചാണ് കളിക്കുന്നത്. അതിലെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇഷാൻ നന്നായിട്ടുണ്ടായിരുന്നു, അനന്തപത്മനാഭൻ കുഴപ്പമില്ലായിരുന്നു, ജോയൽ നല്ലതായിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതത്രേ ഉള്ളൂ. തുഷാന്ത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. തുഷാന്ത് പെർഫെക്റ്റ്. ഞാൻ SK സിനിമയിൽ ഗസ്റ്റ് റോൾ വരുന്നുണ്ട് 5 മിനിറ്റ്. അപ്പം ആ സമയം മറ്റേ ജിയോപ്പാല് മറ്റേ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കുമ്പോൾ വീട് സീനുണ്ട്. ആ വീട് ശബ്ദം കേട്ടാൽ തോന്നും നമ്മുടെ അയൺമാൻ്റെ 10 കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു തള്ളിയിട്ട പോലെയാണ് തോന്നുന്നത്. അത്ര സൗണ്ടായിരുന്നു. പിന്നെ മറ്റേ ബോളൊക്കെ എറിഞ്ഞത് എനിക്ക് ഇത്തിരി പാടായിരുന്നു. പിന്നെ ആദ്യം നന്നായിട്ട് ചെയ്തു വന്നു, പിന്നെ എല്ലാം നശിച്ച്. പിന്നെ ഇടയ്ക്ക് വെച്ച ഷൂട്ടിങ്ങിനൊക്കെ സമയത്ത് വെച്ച് ബോളൊക്കെ ഇവിടുത്തെ പറമ്പ് വരെ പോയി വീണിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാനാ, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ബാറ്റൊക്കെ വെച്ച് തട്ടി ഫീൽഡറൊക്കെ പിന്നെ പറയുന്നുണ്ട് TV ബോളറിയാ എന്നൊക്കെ പറയുന്ന സീനില്. പക്ഷെ ഞാൻ 5 മിനിറ്റ് ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ 2 മിനിറ്റ് ഗസ്റ്റ് റോൾ അത്രേ ഉള്ളൂ. SK നല്ല പടമാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. ഓക്കെ, ആക്ഷൻ. എടാ ക്യാമറ ഓണാണേ. നല്ല 6 പാക്ക്. എന്തായാലും ഒന്നും ആരും കാണാൻ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇതെടുത്ത് ബ്ലൂപ്പറിലിടാം.